ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സീരീസിന് നാളെ തുടക്കമാവുകയാണ്. ഇന്ത്യൻ സൈഡിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ സങ്കീർണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ആദ്യ 2 ടെസ്റ്റ് മത്സരങ്ങളിൽ കളിക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഹോമിലെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പീക്ക് ലെവൽ തന്നെയാണ്. സോ പലരും പറയാറുണ്ട് നമ്മൾ ഹോം അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട്, അതായത് നമുക്ക് കുഴികുത്തി വീഴിക്കുന്ന പിച്ചുകളാണ് ഒരുക്കുന്നത്. ആക്ച്വലി നമ്മൾ അതിൽ കൂടുതൽ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പോകാതിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് ലാസ്റ്റ് ടെസ്റ്റ് സീരീസിന് പോയി. സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെയുള്ള പിച്ചായിരുന്നു ഒരുക്കിയിരുന്നത്? അവരുടെ ബോളിങ്ങിനെ തുണയ്ക്കുന്ന രീതിയിലുള്ള പിച്ചാണ് അവർ ഒരുക്കിയിരുന്നത്. സോ ഹോം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തെ എടുത്ത് നോക്കിയാലും അവരവരുടെ ഹോം അഡ്വാൻറ്റേജ് യൂസ് ചെയ്യും. സോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു സ്പിൻ സൈഡിനെ കൂടുതൽ തുണയ്ക്കുന്ന പിച്ചുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സ്പിൻ സൈഡ് നല്ല സ്ട്രോങ് ആണ്. അതിനെതിരെ നല്ല രീതിയിൽ ഏത് ടീമുകൾ കുഴയാറുണ്ട്. അതുതന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മൾ അത്യാവശ്യം സ്പിന്നെതിരെ നന്നായിട്ട് കളിക്കാറുണ്ട്. അതുതന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഇന്ത്യൻ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കീർണത നിൽക്കുന്ന വിരാട് കോഹ്ലിയുടെ ആ ഒരു അഭാവമാണ്. ആദ്യ 2 ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ടീമിനൊപ്പം ഉണ്ടാവില്ല. സോ അദ്ദേഹത്തിനൊരു പകരക്കാരനായിട്ട് 2ാം ടെസ്റ്റിൽ രജിത് പട്ടിദാർ വരുമെന്ന് എല്ലാവർക്കും അറിയാം. ഏകദേശം ന്യൂസുകളെല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട്. ആ കാര്യം ന്യൂസുകൾ കൺഫേം ചെയ്തിട്ടുണ്ടെന്നല്ല, കൺഫേംഡ് ആണ്. ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ എന്തായാലും ഇന്ത്യയുടെ നിലവിലുള്ള സ്ക്വാഡിനനുസരിച്ചായിരിക്കും ഒരു 11 വരിക. എന്തായാലും നമുക്കറിയാം ഹൈദരാബാദിലെ പിച്ചിലേക്ക് പോയി കഴിയുമ്പോൾ കൂടുതലും ഗ്രിപ്പ് കിട്ടുന്ന ഒരു പിച്ചായിരിക്കും. അതായത് സ്പിന്നേഴ്സിന് നല്ല ടേൺ കിട്ടുന്ന ഒരു പിച്ച് തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു 11ലേക്ക് 3 സ്പിന്നേഴ്സായിട്ട് ജഡേജ, അക്സർ, അതോടൊപ്പം തന്നെ അശ്വിൻ എന്നിവർ വരാനാണ് കൂടുതൽ സാധ്യത. 3 സ്പിന്നേഴ്സും 2 പേസ് ബോളേഴ്സുമായിട്ടായിരിക്കും ഇന്ത്യ അവിടെ ഇറങ്ങുക. അതായത് ഷമിയല്ല, സിറാജ്, അതോടൊപ്പം തന്നെ ബൂമ്ര, 3 സ്പിന്നേഴ്സായിട്ട് അക്സർ പട്ടേൽ, ജഡേജ ആൻഡ് അശ്വിൻ. ആൻഡ് നമ്മുടെ ബാറ്റിംഗ് സൈഡിലേക്ക് വരുമ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് വി നോ ദാറ്റ് വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നൊരു പെർഫോമൻസ് തന്നെയാണ്. മിഡിൽ ഓർഡറിൽ അത്രയും നല്ലൊരു ആങ്കർ റോൾ കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ 2 മത്സരത്തിൽ വെളിയിലിരിക്കുക, അതും ഇത്രയും നല്ലൊരു ടോപ്പ് ടീമിനെതിരെ കളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അല്പം ദുർഭാഗ്യകരമായിട്ടൊരു കാര്യം തന്നെയാണ്. ടോപ്പ് ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാൾ, അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയായിരിക്കും ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. 1 ഡൗണിലേക്ക് ഗില്ല് വരികയും അതിനുശേഷം ശ്രേയസ് അയ്യർ, രാഹുൽ ഇത്തവണ ഒരു ബാറ്റിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്ലെയർ ആയിട്ടാണ് ടീമിലേക്ക് വന്നത്. അത് വിക്കറ്റ് കീപ്പർ ഭരത്തിലേക്കാണ് പോകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മുടെ മിഡിൽ ഓർഡർ. സ്റ്റിൽ എനിക്ക് ഈ ഒരു മിഡിൽ ഓർഡറിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് ആ ഒരു റോൾ എത്രത്തോളം ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമ്മുടെ രാഹുൽ, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ എന്നിവർക്ക് സാധിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് അവിടെ ഒരു പില്ലർ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഇംഗ്ലണ്ടിനെ എങ്ങനെ ആ ഒരു മാനസികമായിട്ടും കൂടി ടെസ്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മെൻ്റലി കൂടി പ്രിപ്പയർ ആവേണ്ടതുണ്ട്. സോ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ആ മിഡിൽ ഓർഡർ എങ്ങനെ കളിക്കുമെന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്പിൻ സൈഡിനെതിരെ എന്തായാലും ഇംഗ്ലണ്ട് സ്പിന്നേഴ്സിനെ കൂടുതൽ പരീക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്പിൻ സൈഡിനെതിരെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യർ കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ട്. കമ്പയർ ടു പേസ് ബോളേഴ്സ്, വേരിയേഷൻസ് ഉള്ള ഷോർട്ട് ബോൾസ് ഒക്കെ എറിയുന്ന പേസ് ബോളേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യർ ഇപ്പം വീക്കാണെങ്കിലും സ്പിൻ സൈഡിനെതിരെ നല്ല സ്ട്രോങ് ആണ് അദ്ദേഹം. സോ മിഡിൽ ഓർഡറിൽ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം കുറച്ചുകൂടി മെച്യൂരിറ്റി ലെവൽ കീപ്പ് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് ഗെയിമാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി ODIയും T20യെക്കാട്ടിലും അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്യൂരിറ്റി ലെവലും മെൻ്റലി കുറച്ചുകൂടി സ്ട്രോങ് ആവേണ്ട ഒരു ഗെയിമും കൂടിയാണ് ടെസ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മിഡിൽ ഓർഡർ എത്രത്തോളം പരീക്ഷിക്കപ്പെടും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അതിനെതിരെ എത്രത്തോളം ചെറുത്ത് നിൽക്കാൻ നമ്മുടെ മിഡിൽ ഓർഡറിന് സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണുന്നതാണ്. നമുക്കറിയാം ഇംഗ്ലണ്ടിൻ്റെ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഗെയിമാണ്. അവർ മക്കളും കോച്ചായി വന്നതിന് ശേഷം ബാസ്ബോൾ ക്രിക്കറ്റാണ് അവർ ഫോളോ ചെയ്തു വരുന്നത്. വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടൊരു സ്ക്വാഡ് അവർക്കും ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ അപ്രോച്ച് എഗൈൻസ്റ്റ് ഇംഗ്ലണ്ട് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യിക്കാം. ആരൊക്കെയായിരിക്കും 11 സ്റ്റിൽ ഒരു കൺഫ്യൂഷനുണ്ട്. എന്നിരുന്നാലും ഏകദേശം ഒരു 11 ഞാൻ പറയുന്നത്. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ തന്നെ ഓപ്പണിംഗ് കൂട്ടിയിട്ട് 1 ഡൗൺ ആയിട്ട് ഗില്ല്, ദെൻ ശ്രേയസ് അയ്യർ, രാഹുൽ, ഭരത്, ദെൻ 3 സ്പിന്നേഴ്സ് അക്സർ, ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ ആൻഡ് 2 പേസ് ബോളേഴ്സ് സിറാജ്, അതോടൊപ്പം തന്നെ ബൂമ്ര. ഇതായിരിക്കും ഒരു പ്രോബബിൾ 11 എന്ന് പറയാൻ. ഇതിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് കുറവാണ്. സോ ബാറ്റിംഗ് ഡെപ്ത് നമുക്ക് തോന്നുമെങ്കിലും എവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ആ ഒരു മിഡിൽ ഓർഡർ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ തകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തി. ഈ വീഡിയോ ചിന്തയാണ്. ഇറ്റ്സ് മീ ഗൂഗിളർ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.